നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതി ബീഹാർ ഉപമുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്ന ചിത്രം പുറത്ത്. RJDയാണ് എക്സിലൂടെ ചിത്രം പുറത്തുവിട്ടത്. പിടിയിലായ അമിത് ആനന്ദ് ബീഹാർ ഉപമുഖ്യമന്ത്രിയും BJP നേതാവുമായ സാമ്രാട്ട് ചൗധരിക്കൊപ്പം നിൽക്കുന്ന ചിത്രമാണ് പുറത്തുവന്നിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ അമിത് ആനന്ദ് അറസ്റ്റിലായതോടെ ഇയാൾക്കൊപ്പമുള്ള ഫോട്ടോകളെല്ലാം ഉപമുഖ്യമന്ത്രി സോഷ്യൽ മീഡിയകളിൽ നിന്ന് നീക്കിയിരുന്നു. എന്നാൽ അതെല്ലാം തങ്ങളുടെ കയ്യിലുണ്ടെന്ന് RJD പറഞ്ഞു. നീറ്റ് പേപ്പർ ചോർച്ചാ വിവാദത്തിലെ മുഖ്യപ്രതി ബീഹാർ ഉപമുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കുന്നു. പ്രതികളാൽ ആദരിക്കപ്പെട്ട ശക്തനായ മന്ത്രി. പ്രതിക്കൊപ്പമുള്ള തന്റെ ഫോട്ടോകളെല്ലാം സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ നിന്ന് നീക്കം ചെയ്തു. പക്ഷേ വിഷമിക്കേണ്ട, അതെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത് നിങ്ങളുടെ രണ്ടാമത്തെ ഉപമുഖ്യമന്ത്രിക്ക് കൈമാറിക്കോളൂ. RJD എക്സിൽ പോസ്റ്റിൽ ഇങ്ങനെയാണ് പറയുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രധാന പ്രതി സിക്കന്ദർ കുമാർ യാദവേന്ദുവിന് RJD നേതാവ് തേജസ്വി യാദവിന്റെ പേഴ്സണൽ സ്റ്റാഫുമായി ബന്ധമുണ്ടെന്ന് രണ്ടാമത്തെ ഉപമുഖ്യമന്ത്രിയായ വിജയ് കുമാർ സിൻഹ ആരോപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ചൗധരിക്കൊപ്പം മറ്റൊരു മുഖ്യപ്രതി നിൽക്കുന്ന ചിത്രം പുറത്തുവിട്ട് RJD തിരിച്ചടിച്ചത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഉപമുഖ്യമന്ത്രി പ്രതി ചൗധരിയെ അഭിനന്ദിക്കുന്നതാണ് ചിത്രമെന്ന് RJD പറഞ്ഞു. വ്യാഴാഴ്ചയാണ് സിക്കന്ദർ കുമാർ യാദവേന്ദുവിന് തേജസ്വി യാദവിന്റെ പേഴ്സണൽ സ്റ്റാഫ് പ്രീതം കുമാർ അടക്കം 2 പേരുമായി ബന്ധമുണ്ടെന്ന് വിജയ് കുമാർ സിൻഹ ആരോപിച്ചത്. ദാനാപൂർ മുനിസിപ്പാലിറ്റിയിലെ ജൂനിയർ എഞ്ചിനീയറായ സിക്കന്ദർ കുമാർ യാദവേന്ദു നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കുറ്റകൃത്യത്തിന് പിന്നാലെ മുഖ്യ സൂത്രധാരനായ അമിത് ആനന്ദിനെ അറസ്റ്റ് ചെയ്തത്. ഇയാളെ കൂടാതെ നിതീഷ് കുമാർ എന്നയാളും ഇവരുടെ മാതാപിതാക്കളും ഉൾപ്പെടെ 13 പേരാണ് കേസിൽ ഇതുവരെ അറസ്റ്റിലായിരിക്കുന്നത്. മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ തലേ ദിവസമാണ് ചോദ്യപേപ്പർ ചോർന്നതെന്ന് ബീഹാറിൽ നിന്ന് അറസ്റ്റിലായവർ സമ്മതിച്ചിരുന്നു. നിതീഷും അമിതും ഒരു പരീക്ഷാർത്ഥിയിൽ നിന്നും 32 ലക്ഷം രൂപ വീതം ഈടാക്കിയെന്നും ചോദ്യപേപ്പർ മുൻകൂട്ടി നൽകാമെന്ന് ഉറപ്പു നൽകിയെന്നും യാദവേന്ദുവും വെളിപ്പെടുത്തിയിരുന്നു. ജൂൺ 4 പ്രസിദ്ധീകരിച്ച നീറ്റ് പരീക്ഷാഫലത്തിൽ വൻതോതിൽ ക്രമക്കേടുകളുണ്ടെന്നാണ് ഉയർന്ന ആരോപണം. ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ചോദ്യപേപ്പർ ചോർച്ച കണ്ടെത്തുകയും പിന്നാലെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുകയുമായിരുന്നു. നീറ്റ് പരീക്ഷയിൽ 67 വിദ്യാർത്ഥികൾ 720-ൽ 720 മാർക്ക് നേടിയിരുന്നു. ഇതിൽ 6 വിദ്യാർത്ഥികൾ ഹരിയാനയിലെ ഒരു സെന്ററിൽ നിന്നുള്ളവരായിരുന്നു. ഗ്രേസ് മാർക്കിനെ ചൊല്ലിയും വൻതോതിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. എന്നാൽ പരീക്ഷ റദ്ദാക്കില്ലെന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദർ പ്രധാൻ അറിയിച്ചത്. പരീക്ഷയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ ആശങ്കകൾ ഉടൻ പരിഹരിക്കുമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതേസമയം UGC നെറ്റിലും സമാന ക്രമക്കേട് ആരോപണം ഉയർന്നതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയിരുന്നു. പരീക്ഷ കഴിഞ്ഞതിന്റെ തൊട്ടു പിന്നാലെയായിരുന്നു റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.